ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. കിഷ്കിന്ധാകാണ്ഡം സീതാന്വേഷണം. ഭക്തിപരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോടുണർത്തിച്ചിതന്നേരം വന്നു നിൽക്കുന്ന കപികുലത്തെ കനിഞ്ഞൊന്നു തൃക്കൺ പാർത്തരുളേണമാദരാൽ. തൃക്കാൽ കൽവേല ചെയ്തിടുവാൻ തക്കൊരു മർക്കടവീരരി കാണായതൊക്കവേ നാനാകുലാചല സംഭവന്മാരിവർ നാനാസരിദ്വീപശൈല നിവാസികൾ. പർവ്വത തുല്യ ശരീരികളേവരും ഉർവീപതേ കാമരൂപികളെത്രയും ഗർവം കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം അടക്കുവാൻ പോന്നവർ. ദേവാംശ സംഭവന്മാരിവരാകയാൽ ദേവാരികളെയൊടുക്കുമിവരിനി കേജിൽ ഗജബലന്മാരതിലുണ്ടു താൻ കേജിൽ ദശഗജ ശക്തിയുള്ളോരുണ്ട്. കേജിതമീത പരാക്രമമുള്ളവർ കേജിൻ മൃഗേന്ദ്ര സമന്മാരറിഞ്ഞാലും കേജിൻ മഹേന്ദ്ര നീലോപലരൂപികൾ കേജിൽ കനക സമാന ശരീരികൾ. കേചന രക്താന്തനേത്രം ധരിച്ചവർ കേചന ദീർഘവാലന്മാരധാപരേ ശുദ്ധസ്ഫടിക സങ്കാശ ശരീരികൾ. യുദ്ധവൈദഗ്ധ്യമിവരോളമില്ലാർക്കും നിങ്കഴൽ പങ്കജത്തിങ്കലുറച്ചവർ സംഖ്യയില്ലാതോളമുണ്ടു കപീബലം. മൂലഫലദള പക്വാശനന്മാരായി ശീലഗുണമുള്ള വാനരന്മാരിവർ. താവകാജ്ഞാകാരികളെന്നു നിർണയം ദേവദേവേശ രഘുകുല പുങ്കവ. ഋക്ഷകുലാധിപനായുള്ള ജാംബവാൻ പുഷ്കര സംഭവ പുത്രനിവനല്ലോ. കോടിഭല്ലൂകവൃന്ദാധിപതി മഹാപ്രൗഢമതി ഹനുമാനിവൻ എന്നുടെ മന്ത്രിവരൻ മഹാസത്വപരാക്രമൻ ഗന്ധവാഹാത്മജനീശാംശ സംഭവൻ. നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ദീർഘവാലധീപൂണ്ടവൻ മൈന്ദൻ വിവേദനും കേസരി മാരുതിദാതൻ മഹാബലി വീരൻ പ്രമാധീശരഭൻ സുഷേണനും. ശൂരൻ സുമുഖൻ ദധിമുഖൻ ദുർമുഖൻ ശ്വേതൻ വലിമുഖനും ഗന്ധമാദനൻ താരൻ വൃഷഭൻ നളൻ വിനതൻ മമ താരാതനയനാമംഗദനിങ്ങനെ. ചൊല്ലുള്ള വാനര വംശരാജാക്കന്മാർ ചൊല്ലുവാനാവതല്ലാതോളമുണ്ടല്ലോ. വേണ്ടുന്നതെന്തെന്നിവരോടരുൾ ചെയ്യുക വേണമെന്നാൽ ഇവർ സാധിക്കുമൊക്കവേ. സുഗ്രീവവാക്യമിത്തം കേട്ടു രാഘവൻ
സുഗ്രീവനെ പിടിച്ചാലിംഗനം ചെയ്തു സന്തോഷപൂർണാശ്രുനേത്രാംബുജത്തോടു മന്ദർഗതമരുൾ ചെയ്തിതു സാദരം. മൽക്കാര്യഗൗരവം നിങ്കലേ നിർണയമുൾക്കാമ്പിലോർത്തു കർത്തവ്യം കുരുഷ്വ നീ. ജാനകി മാർഗണാർത്ഥം നിയോഗിക്ക നീ വാനരവീരരെ നാനാദിശി സഖേ. ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരനയച്ചിതു നാലു ദിക്കിങ്കലും. 100,000 കപിവീരന്മാർ പോകണമോരോ ദിശി പടനായകന്മാരോടും. പിന്നെ വിശേഷിച്ചു ദക്ഷിണ ദിക്കിനത്യുന്നതന്മാർ പലരും പോയി തിരയണം. അംഗദൻ ജാംബവാൻ മൈന്ദൻ വിവീതനും തുങ്കൻ നളനും ശരഭൻ സുഷേണനും വാതാത്മജൻ ശ്രീ ഹനുമാനുമായി ചെന്നു ബാധയൊഴിഞ്ഞുടൻ കണ്ടുവന്നിടണം. അദ്ഭുതഗാത്രിയെ നീളെ തിരഞ്ഞിങ്ങു 30 നാളിനകത്തു വന്നിടണം. ഉത്പല പത്രാക്ഷി തന്നെയും കാണാതെ 30 നാൾ കഴിഞ്ഞിങ്ങോ വരുന്നവൻ. പ്രാണാന്തികം ദണ്ഡമാശു ഭുജിക്കണമേണാംഗശേഖരൻ തന്നാണേ നിർണയം. 4 കൂട്ടത്തോടുമിത്തം നിയോഗിച്ചു കാലമേ പോയാലുമെന്നയച്ചിടിനാൻ. രാഘവൻ തന്നെ തൊഴുതരികെ ചെന്നു ഭാഗവതോത്തമനുമിരുന്നിടിനാൻ. ഇത്തം കപികൾ പുറപ്പെട്ട നേരത്തു ഭക്ത്യാ തൊഴുതിതു വായുതനയനും. അപ്പോൾ അവനെ വേറെ വിളിച്ചാദരാൽ അദ്ഭുത വിക്രമൻ താനുമരുൾ ചെയ്തു. മാനസേ വിശ്വാസമുണ്ടാവതിന്നു നീ ജാനകി കയ്യിൽ കൊടുത്തിടിതു സഖേ. രാമനാമാങ്കിതമാമംഗുലീയകം ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി. എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ എന്നിയെ മറ്റാരുമില്ലെന്നു നിർണയം. പിന്നെയടയാളവാക്കുമരുൾ ചെയ്തു മന്നവൻ പോയാലുമെന്നയച്ചിടിനാൻ. ലക്ഷ്മി ഭഗവതിയാകിയ സീതയാം പുഷ്കര പത്രാക്ഷിയെ കൊണ്ടുപോയൊരു രക്ഷോവരനായ രാവണൻ വാഴുന്ന ദക്ഷിണ ദിക്കു നോക്കി കപി സഞ്ജയം. ലക്ഷവും വൃത്രാരിപുത്രതനയനും പുഷ്കര സംഭവ പുത്രനും നീലനും പുഷ്കര ബാന്ധവ ശിഷ്യനും മറ്റുള്ള മർക്കട സേനാപതികളുമായി ദ്രുതം. നാനാ നഗര ഗ്രാമദേശങ്ങൾ കാനന രാജ്യപുരങ്ങളിലും തഥാ തത്ര തത്രൈവ തിരഞ്ഞതി സത്വരം നീളേ നടക്കും ദശാന്തരേ. ഗന്ധവാഹാത്മജനാദികളൊക്കവേ വിന്ധ്യാചലാടവി പുക്കൂതിരയുമ്പോൾ ഘോരമൃഗങ്ങളെയും കൊന്നു തിന്നതി ക്രൂരനായോരു നിശാചര വീരനെ കണ്ടു. വേഗത്തോടടുത്താരിതു ദശകണ്ഠനെന്നോർത്തു കപിവരന്മാരെല്ലാം.
നിഷ്ഠുരമായുള്ള മുഷ്ടിപ്രഹാരേണ ദുഷ്ടനെ പെട്ടെന്നു നഷ്ടമാക്കിയിടിനാൻ. പങ്ക്തി മുഖനല്ലിവനെന്നു മാനസേ ചിന്തിച്ചു പിന്നെയും വേഗേന പോയവർ. സ്വയം പ്രഭാഗതി. അന്ധകാരണ്യമാശു ഉക്കീടിനാരന്തരാദാഹവും വർദ്ധിച്ചിതേറ്റവും ശുഷ്കകണ്ഠോഷ്ഠതാലു പ്രദേശത്തോടും മർക്കടവീരരുണങ്ങി വരണ്ടൊരു ജിഹ്വയോടും നടക്കുന്ന നേരത്തൊരു ഗഹ്വരം തത്ര കാണായി വിധിവശാൽ വല്ലി തൃണഗണച്ഛന്നമായൊന്നതിലില്ലയല്ലീ ജലമെന്നോർത്തു നിൽക്കുമ്പോൾ ആർദ്രപക്ഷക്രൗഞ്ചഹംസാദി പക്ഷികളൂർധ്വദേശേ പറന്നാരതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീണു ജലകണം. മർക്കടന്മാരുമതു കണ്ടു കൽപ്പിച്ചാർ. നല്ല ജലമതിലുണ്ടെന്നു നിർണയം, എല്ലാവരും നാം ഇതിലിറങ്ങിയിടുക എന്നു പറഞ്ഞൊരു നേരത്തു മാരുതി മുന്നിലിറങ്ങിനാൻ. മറ്റുള്ളവർകളും പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണു കാണാഞ്ഞിതിരുട്ടുകൊണ്ടന്നേരം അന്യോന്യമൊത്തു കൈയും പിടിച്ചാകുലാൽ ഖിന്നതയോടും നടന്നു പോയി ചെന്നാരതീവ ദൂരം. തത്ര കണ്ടിതു മുന്നിലാം മാരതി ധന്യദേശസ്ഥലം. സ്വർണമയം മനോമോഹനം കാൺമവർ കണ്ണിനോമേറ്റമാനന്ദകരം പരം. വാപികളുണ്ടു മണിമയ വാരിയാലാ പൂർണ്ണകളായ അതീവ വിശദമായി പക്വഫലങ്ങളാൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ടു കൽപദ്രുമതുല്യമായി. പീയൂഷസാമ്യ മധുദ്രോണ സംയുത പേയഭക്ഷ്യാന്ന സഹിതങ്ങളായുള്ള വസ്ത്യങ്ങളുണ്ടു പലതരം. തത്രൈവ വസ്ത്രരത്നാദി പരിഭൂഷിതങ്ങളായി മാനസമോഹനമായ ദിവ്യസ്ഥലം. മാനുഷവർജിതം ദേവഗേഹോപമം. തത്ര ഗേഹേ മണികാഞ്ചന വിഷ്ടരേ ചിത്രാകൃതി പൂണ്ടു കണ്ടാരൊരുത്തിയെ. യോഗം ധരിച്ചു ജടാവൽക്കലം പൂണ്ടു യോഗിനി നിശ്ചല ധ്യാന നിരതയായി പാവകജ്വാലാ സമാഭകലർന്നതി പാവനയായ മഹാഭാഗയെ കണ്ടു. തൽക്ഷണേ സന്തോഷപൂർണ മനസ്സൊടു ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിനാർ. ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു യോഗിനി താനും അവരോടു ചൊല്ലിനാൾ. നിങ്ങളാരാകുന്നതെന്നു പറയണമിങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം. എങ്ങനെ മാർഗമറിഞ്ഞവാറെന്നതും എങ്ങിനി പോകുന്നതെന്നും പറയണം. എന്നിവ കേട്ടൊരു വായുതനയനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ. വൃത്താന്തമൊക്കവേ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞോ പറയുമാറില്ല ഞാൻ.
ഉത്തര കോസലത്തിങ്കൽ അയോധ്യയെന്നുത്തമായുണ്ടൊരു പുരി ഭൂതലേ. തത്രൈവ വാണു ദശരഥനാം നൃപൻ. പുത്രരുമുണ്ടായി ചമഞ്ഞിതു 4 പേർ. നാരായണ സമൻ ജ്യേഷ്ഠനവർകളിൽ ശ്രീരാമനാകുന്നതെന്നുമറിഞ്ഞാലും താതാജ്ഞയാ വനവാസാർത്ഥമായവൻ ഭ്രാതാവിനോടും ജനകാത്മജയായ സീതയാം പത്നിയോടും വിപിനസ്ഥലെ മോദേന വാഴുന്ന കാലമൊരു ദിനം. ദുഷ്ടനായുള്ള ദശാസ്യ നിശാചരൻ കട്ടുകൊണ്ടാശു പോയിടിനാൻ പത്നിയെ. രാമനും ലക്ഷ്മണനാകൂ മനൂജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അർക്കാത്മജനായ സുഗ്രീവനെ കണ്ടു സഖ്യവും ചെയ്തിതു തമ്മിലന്യോന്യമായി. എന്നതിനഗ്രജനാകിയ ബാലിയെ കൊന്നു സുഗ്രീവനു രാജ്യവും നൽകിനാൻ. ശ്രീരാമനുമതിൻ പ്രത്യുപകാരമായാരാഞ്ഞു സീതയെ കണ്ടു വരീക്കെന്നു വാനരനായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചിതെല്ലാടവും. ദക്ഷിണദിക്കിലന്വേഷിപ്പതിനൊരു 1,00,000 കപീവരന്മാരുണ്ടു ഞങ്ങളും. ദാഹം പൊറാഞ്ഞു ജലകാംക്ഷയാ വന്നു മോഹേന ഗഹ്വരം പുക്കിതറിയാതെ. ദൈവവശാലിവിടെ പോന്നു വന്നിഹ ദേവിയെ കാണായതും ഭാഗ്യമെത്രയും. ആരെന്നതും ഞങ്ങളെ തൂമറിഞ്ഞില്ല. നേരെ അരുൾ ചെയ്ക വേണമതും ശുഭേ. യോഗിനി താനുമതു കേട്ടവരോടു വേഗേന മന്ദസ്മിതം പൂണ്ടു ചൊല്ലിനാൾ. പക്വഫലമൂലജാലങ്ങളൊക്കവേ ഭക്ഷിച്ചമൃതപാനം ചെയ്തു തൃപ്തരായി. ബുദ്ധി തെളിഞ്ഞോ വരുവിനെന്നാൽ മമ വൃത്താന്തമാദിയെ ചൊല്ലിത്തരുവൻ ഞാൻ. എന്നതു കേട്ടവർ മൂലഫലങ്ങളും നന്നായി ഭുജിച്ചു മധുപാനവും ചെയ്തു. ചിത്തം തെളിഞ്ഞു ദേവി സമീപം പുക്കു ബദ്ധാഞ്ജലി പൂണ്ടു നിന്നോരനന്തരം. ചാരുസ്മിത പൂർവമഞ്ജസാ യോഗിനി മാരുതിയോടു പറഞ്ഞു തുടങ്ങിനാൾ. വിശ്വവിമോഹന രൂപിണിയാകിയ വിശ്വകർമാത്മജാ ഹേമാ മനോഹരി. നൃത്തഭേദം കൊണ്ടു സന്തുഷ്ടനാക്കിനാൾ മുഗ്ധേന്ദുശേഖരൻ തന്നെ. അതുമൂലം ദിവ്യപുരമിതം നൽകിനാനീശ്വരൻ ദിവ്യ സംവത്സരാണാമയൂതായുധം. ഉത്സവം പൂണ്ടു വസിച്ചാളിഹ പുരാ. തൽസഖീ ജ്ഞാനിഹ നാംനാ സ്വയം പ്രഭാ. സന്തതം മോക്ഷമപേക്ഷിച്ചിരിപ്പോരു ഗന്ധർവപുത്രി സദാ വിഷ്ണുതൽപരാ. ബ്രഹ്മലോകം പ്രവേശിച്ചിതു ഹേമയും നിർമ്മല ഗാത്രിയുമെന്നോടു ചൊല്ലിനാൾ. സന്തതം നീ തപസ്സും ചെയ്തിരിക്കെടോ. ജന്തുക്കളത്ര വരികയുമില്ലല്ലോ.
ത്രേതായുഗേ വിഷ്ണുനാരായണൻ ഭുവി ജാതനായിട്ടും ദശരഥപുത്രനായി ഭൂഭാരനാശനാർത്ഥം വിപിനസ്ഥലേ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരേ. ശ്രീരാമപത്നിയെ കട്ടുകൊള്ളുമതിക്രൂരനായിടും ദശാനനക്കാലം ജാനകി ദേവിയെ അന്വേഷണത്തിനായി വാനരന്മാർ വരും നിൻ ഗുഹാമന്ദിരേ. സൽക്കരിച്ചിടവരെ പ്രീതി പൂണ്ടു നീ മർക്കടന്മാർക്കുപകാരവും ചെയ്തു പോയി ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക. നാരായണ സ്വാമി തന്നെ രഘുത്തമൻ ഭക്ത്യാ പരനെ സ്തുതിച്ചാൽ വരും തവ മുക്തിപദം യോഗിഗമ്യം സനാതനം. ആകയാൽ ഞാനിനി ശ്രീരാമദേവനെ വേഗേന കാൺമതിനായി കൊണ്ടുപോകുന്നു. നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവൻ നിങ്ങളെല്ലാവരും കണ്ണടച്ചിടുവിൻ. ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചിടിനാർ സത്വരം പൂർവസ്ഥിതാടവി പുക്കിതു. ചിത്രം വിചിത്രം വിചിത്രമെന്നോർത്തവർ പദ്ധതിയുടെ നടന്നു തുടങ്ങിനാർ. ചിത്രം വിചിത്രം വിചിത്രമെന്നോർത്തവർ പദ്ധതിയുടെ നടന്നു തുടങ്ങിനാർ. സ്വയം പ്രഭാസ്തുതി. യോഗിനിയും ഗുഹാവാസമുപേക്ഷിച്ചു യോഗേശ സന്നിധി പുക്കാളതിദ്രുതം. ലക്ഷ്മണ സുഗ്രീവ സേവിതനാകിയ ലക്ഷ്മീശനെ കണ്ടു കൃത്വാ പ്രദക്ഷിണം. ഭക്ത്യാ സഗദ്ഗദം രോമാഞ്ച സംയുതം നത്വാ മുഹുർമുഹുസ്തുത്വാ ബഹുവിധം. ദാസീതവാഹം രഘുപതേ രാജേന്ദ്ര വാസുദേവ പ്രഭോ രാമദയാനിധേ. കാൺമതിനായി കൊണ്ടുവന്നേനിവിടെ ഞാൻ സാമ്യമില്ലാത്ത ജഗൽപതേ ശ്രീപദേ. ഞാൻ അനേകായിരം സംവത്സരം തവ ധ്യാനേന നിത്യം തപസ്സു ചെയ്തിടിനേൻ. ത്വദ്രൂപ സന്ദർശനാർത്ഥം തപോബലമദ്യൈവ നൂനം ഫലിതം തപോനിധേ. ആദ്യനായോരു ഭവന്തം നമസ്യാമി വേദ്യനല്ലാരാലുമേ ഭവാൻ നിർണയം. അന്തർബഹിസ്ഥിതം സർവഭൂതേഷ്വപി സന്തമലക്ഷ്യമാദ്യന്തഹീനം പരം. മായായവനികാച്ഛന്നനായി വാഴുന്ന മായാമയനായ മാനുഷ വിഗ്രഹൻ. അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം. ഭാഗവതന്മാർക്കു ഭക്തിയോഗാർത്ഥമായി ലോകേശമുഖ്യാമരൗഘമർത്ഥിക്കയാൽ ഭൂമിയിൽ വന്നവതീർണനാം നാഥനെ താമസിയായ ഞാനെന്തറിയുന്നതും. സച്ചിന്മയം തവ തത്വം ജഗത്രയേ കശ്ചിൽ പുരുഷനറിയും സുകൃതിനാം. രൂപം തവേദം സദാ ഭാതു മാനസേ താപസാന്തസ്ഥിതം താപത്രയാപഹം.
നാരായണ തവ ശ്രീപാദദർശനം ശ്രീരാമമോക്ഷൈകദർശനം കേവലം ജന്മമരണഭീതാനാമദർശനം സന്മാർഗദർശനം വേദാന്തദർശനം പുത്രകളത്രമിത്രാർത്ഥ വിഭൂതി കൊണ്ടെത്രയും ദർപ്പിതരായുള്ള മാനുഷർ രാമ രാമേതി ജപിക്കയില്ലെന്നുമേ രാമനാമം മേ ജപിക്കായി വരേണമേ നിത്യം നിവൃത്ത ഗുണത്രയ മാർഗായ നിത്യായ നിഷ്കിഞ്ചനാർത്ഥായ തേ നമഃ സ്വാത്മാഭിരാമായ നിർഗുണായ ത്രിഗുണാത്മനെ സീതാഭിരാമായ തേ നമഃ വേദാത്മകം കാമരൂപിണമീശാനമാദിമധ്യാന്ത വിവർജിതം സർവത്ര മന്യേ സമം ചരന്തം പൂരുഷം പരം നിന്നെ നിനക്കൊഴിഞ്ഞാർക്കറിഞ്ഞിടാവൂ മർത്യവിഡംബനം ദേവതേ ചേഷ്ടിതം ചിത്തേ നിരൂപിക്കിലെന്തറിയാവതും ത്വന്മായയാ പിഹീതാത്മാക്കൾ കാണുന്നു ചിന്മയനായ ഭവാനേ ബഹുവിധം ജന്മവും കർത്തൃത്വവും ചെറുതില്ലാതെ നിർമ്മലാത്മാവാം ഭവാനവസ്ഥാന്തരേ ദേവതിര്യങ്മനോ ജാതികളിൽ ജനിച്ചേവമാദ്യങ്ങളാം കർമ്മങ്ങൾ ചെയ്വതും നിന്മഹാമായ വിഡംബനം നിർണയം കൽമഷഹീന കരുണാനിധേ വിഭോ മേദിനി തന്നിൽ വിചിത്രവേഷത്തോടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും ത്വൽകഥാപീയൂഷപാനസിദ്ധിക്കെന്നു ചൊല്ലുന്നിതു ചിലർ മറ്റു ചിലരിഹ ചൊല്ലുന്നിതു ഭുവി കോസല ഭൂപതി തന്നെ ഘോര തപോബല സിദ്ധയെ നിർണയമെന്നും ചിലർ പറയുന്നിതു കൗസല്യയാൽ പ്രാർത്ഥ്യമാനനായിട്ടിഹ മൈഥിലി ഭാഗ്യസിദ്ധിക്കെന്നിതു ചിലർ സ്രഷ്ടാവു താനപേക്ഷിക്കയാൽ വന്നിഹ ദുഷ്ടനിശാചര വംശമൊടുക്കുവാൻ മർത്യനായി വന്നോ പിറന്നിതു നിർണയം പൃഥ്വിയിലെന്നോ ചിലർ പറയുന്നിതു ഭൂപാലപുത്രനായി വന്നു പിറന്നിതു ഭൂഭാരനാശനത്തിനെന്നിതു ചിലർ ധർമ്മത്തെ രക്ഷിച്ച ധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷി കുലത്തിങ്കൽ പിറന്നിതു ദേവശത്രുക്കളെ നിഗ്രഹിച്ചൻപോടു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ എന്നു ചൊല്ലുന്നിതു ദിവ്യമുനി ജനമൊന്നും തിരിച്ചറിയാവതുമല്ലമേ യാതൊരുത്തൻ ത്വൽകഥകൾ ചൊല്ലുന്നതു മാതരവോടു കേൾക്കുന്നതും നിത്യമായി നൂനം ഭവാർണവത്തെ കടന്നിടുവോർ കാണാമവനു നിൻ പാദപങ്കേരുഹം ത്വന്മഹാമായ ഗുണബദ്ധയാകയാൽ ചിന്മയമായ ഭവസ്വരൂപത്തെ ഞാൻ
എങ്ങനെയുള്ള വണ്ണമറിഞ്ഞിടുന്നതെങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതോമഹം. ശ്യാമളം കോമളം ബാണധനുർധരം രാമം സഹോദര സേവിതം രാഘവം. സുഗ്രീവമുഖ്യ കപീകുല സേവിതമഗ്രേ ഭവന്തം നമസ്യാമി സാമ്പ്രതം. രാമായ രാമഭദ്രായ നമോ നമോ രാമചന്ദ്രായ നമസ്തേ നമോ നമഃ. ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണു മംഗലവാച നമസ്കരിച്ചിടിനാൽ. മുക്തിപ്രദനായ രാമൻ പ്രസന്നനായി ഭക്തയാം യോഗിനിയോടരുളി ചെയ്തു. സന്തുഷ്ടനായേനഹം തവ ഭക്തി കൊണ്ടെന്തോന്നു മാനസേ കാക്ഷിതം ചൊല്ലു നീ. എന്നതു കേട്ടവളും പറഞ്ഞിടിനാൾ. ഇന്നു വന്നു മമ കാക്ഷിതമൊക്കവേ. എത്ര കുത്രാപി വസിക്കിലും ത്വൽപാദഭക്തിക്കിളക്കമുണ്ടാകാതിരിക്കണം. ത്വൽപാദഭക്തഭൃത്യേഷു സംഗം പുനമുൾപ്പൂവിലെപ്പോഴും ഉണ്ടാകയും വേണം. പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഗമമേകദാ സംഭവിച്ചിടായിക മാനസേ. രാമരാമേതി ജപിക്കായി വരേണമേ. രാമപാദേ രമിക്കേണമെൻ മാനസം. സീതാ സുമിത്രാത്മജാന്വിതം രാഘവം പീതവസ്ത്രം ചാപബാണാസനധരം. ചാരുമകുട കടകടീസൂത്രഹാര മകരമണിമയ കുണ്ടല നൂപുര ഹേമാംഗദാദി വിഭൂഷണ ശോഭിത രൂപം വസിക്കമേ മാനസേ. മറ്റെനിക്കേതുമേ വേണ്ട വരം വിഭോ. പറ്റായിക ദുസ്സംഗമുള്ളിലൊരിക്കലും. ശ്രീരാമദേവനതു കേട്ടവളോടു ചാരുമന്ദസ്മിതം പൂണ്ടരുളി ചെയ്തു. ഏവം ഭവിക്ക നിനക്കു മഹാഭാഗേ. ദേവി നീ പോക ബദര്യാശ്രമസ്ഥലേ. തത്രൈവ നിത്യമെന്നെ ധ്യാനവും ചെയ്തു മുക്ത്വാ കളേബരം പഞ്ചഭൂതാത്മകം. ചേരുമെങ്കൽ പരമാത്മനി കേവലേ. തീരും ജനന മരണ ദുഃഖങ്ങളും. ശ്രുത്വാ രഘുത്തമവാക്യാമൃതം മുദാ ഗത്വാ തദൈവ ബദര്യാശ്രമസ്ഥലേ. ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ നാരായണ പദം പ്രാപിച്ചിതവ്യയം. അംഗദാദികളുടെ സംശയം. മർക്കട സഞ്ജയം ദേവിയെ ആരാഞ്ഞു. വൃക്ഷഷണ്ഡേഷു വസിക്കും ദശാന്തരേ. എത്ര ദിവസം കഴിഞ്ഞിതെന്നും ധരാപുത്രിയെ എങ്ങുമേ കണ്ടുകിട്ടായികയും. ചിന്തിച്ചു ഖേദിച്ചു താരാസുതൻ നിജ ബന്ധുക്കളായുള്ളവരോടു ചൊല്ലിനാൻ. പാതാളമുൾപ്പൊക്കുഴന്നു നടന്നു നാമേതോ മറിഞ്ഞീലവാസരം പോയതും. മാസമതീതമായി വന്നിതോ നിർണയം
ഭൂസുതയെ കണ്ടറിഞ്ഞതുമില്ല നാം, രാജനിയോഗമനുഷ്ഠിയാതെ വൃഥ രാജധാനിക്കു നാം ചെല്ലുകീലന്നു താൻ. നിഗ്രഹിച്ചിടും അതിനില്ല സംശയം, സുഗ്രീവശാസനം നിഷ്ഫലമായി വരാ. പിന്നെ വിശേഷിച്ചു ശത്രുതനയനാമെന്നെ വധിക്കുമതിനില്ലൊരന്തരം. എന്നീലവനൊരു സമ്മതമെന്തുള്ളതെന്നെ രക്ഷിച്ചതു രാമൻ തിരുവടി. രാമകാര്യത്തെയും സാധിയാതെ ചെൽകിൽ മാമക ജീവനം രക്ഷിക്കയില്ലവൻ. മാതാവിനോടു സമാനയാകും നിജ ഭ്രാതാവു തന്നോടെ ഭാര്യയെ നിസ്ത്രപം പ്രാപിച്ചു വാഴുന്ന വാനര പുങ്കവൻ. പാപി ദുരാത്മാവിനെന്തരൂതാത്തതും തൽപാർശ്വദേശേ ഗമിക്കുന്നതില്ല. ഞാനിപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ളൂ. വല്ല പ്രകാരവും നിങ്ങൾ പൊയ്ക്കൊള്ളുന്നു ചൊല്ലിക്കരയുന്ന നേരം കവികളും തുല്യ ദുഃഖേന ബാഷ്പം തുടച്ചൻപോടു ചൊല്ലിനാർ മിത്രഭാവത്തോടു സത്വരം. ദുഃഖിക്കരുതൊരു ജാതിയുമിങ്ങനെ രക്ഷിപ്പതിനുണ്ടു ഞങ്ങളറിയുക നീ. ഇന്നു നാം പോന്ന ഗുഹയിലകം പുക്കു നന്നായി സുഖിച്ചു വസിക്കാം വയം ചിരം. സർവസൗഭാഗ്യ സമന്വിതമായൊരു ദിവ്യപുരമതു ദേവലോകോപമം. ആരാലുമില്ലൊരു നാളും ഭയം സഖേ താരേയ പോക നാം വൈകരുതേതുമേ. അംഗദൻ തന്നോടിവണ്ണം കപികുല പുങ്കവന്മാർ പറയുന്നതു കേൾക്കയാൽ. ഇംഗിതജ്ഞൻ നയ കോവിദൻ വാദജനംഗദനെ തഴുകി പറഞ്ഞിടിനാൻ. എന്തൊരു ദുർവിചാരം യോഗ്യമല്ലിത മന്ധകാരങ്ങൾ നിനയായി വിനാരുമേ. ശ്രീരാമനേറ്റം പ്രിയൻ ഭവാൻ എന്നുടെ താരാസുതനെന്നു തന്മാനസേ സദാ. പാരം വളർന്നോരു വാത്സല്യമുണ്ടതു നേരെ ധരിച്ചില ഞാനൊഴിഞ്ഞാരുമേ. സൗമിത്രിയേക്കാളതിപ്രിയൻ നീ തവ സാമർഥ്യവും തിരുവുള്ളത്തിലുണ്ടെടോ. പ്രേമത്തിനേതൂമിളക്കമുണ്ടായി വരാ, ഹേമത്തിനുണ്ടോ നിറക്കേടകപ്പെടൂ. ആകയാൽ ഭീതി ഭവാനൊരു നാളുമേ രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാ സഖേ. ശാഖാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരമില്ലാരിലും. വ്യാകുലമുള്ളിലുണ്ടാകരുതേതുമേ നാഗാധിപാത്മജനന്ദന കേളിതം. ഞാനും തവ ഹിതത്തിങ്കൽ പ്രസക്തനജ്ഞാനികൾ വാക്കു കേട്ടേതും ഭ്രമിക്കൊല. ഹാനി വരായ്വാൻ ഗുഹയിൽ വസിക്കുന്നു വാനരൗഖം പറഞ്ഞിലയോ ചൊല്ലു നീ. രാഘവാസ്ത്രത്തിനഭേദ്യമായൊന്നുമേ ലോകത്രയത്തിങ്കലില്ലെന്നറിയുക നീ. അല്പമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടായി ചമയരുതേതുമേ.
കൂടുമേ. ആപത്തു വന്നടുത്തിടുന്ന കാലത്തു ശോഭിക്കയില്ലടോ സജ്ജന ഭാഷിതം. ദുർജനത്തെ കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോടു വിപരീത ഭാവവും ദേവദ്വിജ കുലധർമ്മ വിദ്വേഷവും പൂർവബന്ധുക്കളിൽ വാച്ചൊരു വൈരവും വർദ്ധിച്ചു വർദ്ധിച്ചു വംശനാശത്തിനു കർത്തൃത്വവും തനിക്കായി വന്നുകൂടുമേ. അത്യന്തഗുഹ്യം രഹസ്യമായുള്ളൊരു വൃത്താന്തമമ്പോടു ചൊല്ലുവൻ കേൾക്ക നീ. ശ്രീരാമദേവൻ മനുഷ്യനല്ലോർക്കെടോ, നാരായണൻ പരമാത്മാ ജഗന്മയൻ. മായാ ഭഗവതി സാക്ഷാൽ മഹാവിഷ്ണുജായ, സകല ജഗന്മോഹകാരിണീ സീതയാകുന്നതു. ലക്ഷ്മണനും ജഗദാധാരഭൂതനായുള്ള ഫണീശ്വരൻ ശേഷൻ ജഗത് സ്വരൂപൻ ഭുവി മാനുഷവേഷമായി വന്നു പിറന്നീതയോധ്യയിൽ. രക്ഷോഗണത്തെയൊടുക്കി ജഗത്രയ രക്ഷ വരുത്തുവാൻ പണ്ടു വിരിഞ്ചനാൽ പ്രാർത്ഥിതനാകയാൽ പാർത്ഥിവ പുത്രനായി മാർത്താണ്ഡഗോത്രത്തിലാർത്തപരായണൻ. ശ്രീകണ്ഠസേവ്യൻ ജനാർദ്ദനൻ മാധവൻ വൈകുണ്ഠവാസി മുകുന്ദൻ ദയാപരൻ മർത്യനായി വന്നിങ്ങവതരിച്ചിടിനാൻ. ഭൃത്യവർഗം നാം പരിചരിച്ചിടുവാൻ ഭർതൃനിയോഗേന വാനരവേഷമായി പൃഥ്വിയിൽ വന്നു പിറന്നിരിക്കുന്നതും. പണ്ടു നാമേറ്റം തപസ്സു ചെയ്തീശനെ കണ്ടു വണങ്ങി പ്രസാദിച്ചു മാധവൻ. തന്നെ പാരിഷദന്മാരുടെ പദം തന്നതിപ്പോഴും പരിചരിച്ചിന്നിയും വൈകുണ്ഠലോകം ഗമിച്ചു വാണിടുവാൻ വൈകേണ്ടതേതുമില്ലെന്നറിഞ്ഞിടു നീ. അംഗദനോടിവണ്ണം പവനാത്മജൻ മംഗളവാക്കുകൾ ചൊല്ലിപ്പലതരം ആശ്വസിപ്പിച്ചുടൻ വിന്ധ്യാചലം പൊക്കു കാശ്യപീ പുത്രിയെ നോക്കി നോക്കി ദ്രുതം. ദക്ഷിണവാരിധി തീരം മനോഹരം പുക്കുമാഹേന്ദ്രാചലേന്ദ്രപദം മുദാ. ദുസ്തരമേറ്റമഗാധം ഭയങ്കരം ദുഷ്പ്രാപമാലോക്യമർക്കട സഞ്ചയം. വൃത്രാരിപുത്രാത്മജാതികളൊക്കെയും ത്രസ്തരായത്യാകുലം പൂണ്ടിരുന്നുടൻ. ചിന്തിച്ചു ചിന്തിച്ചു മന്ത്രിച്ചിതന്യോന്യമെന്തിനിച്ചൈവതു സന്തതമോർക്കനാം. ഗഹ്വരം പുക്കു പരിഭ്രമിച്ചെത്രയും വിഹ്വലന്മാരായി കഴിഞ്ഞിതോ മാസവും. തണ്ടാരിൽ മാതിനെ കണ്ടീല നാം ദശകണ്ഠനെയും കണ്ടു കിട്ടീല കുത്രജിൽ. സുഗ്രീവനും തീക്ഷ്ണദണ്ഡനത്രേ തുലോം നിഗ്രഹിച്ചിടും അവൻ നമ്മെ നിർണയം. ക്രുദ്ധനായുള്ള സുഗ്രീവൻ വധിക്കയിൽ നിത്യോപവാസേന മൃത്യു ഭവിപ്പതോ. മുക്തിക്കു നല്ലോ നമുക്കു പാർത്തോളമെന്നിത്തം നിരൂപിച്ചുറച്ചു കപീകുലം. ദർഭ വിരിച്ചു കിടന്നിതെല്ലാവരും
കൽപ്പിച്ചതിങ്ങനെ നമ്മയെന്നോർത്തവർ